കേട്ടോളൂ. വിവാദ കാലഘട്ടത്തിൽ, അതായത് സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടായ കാലഘട്ടത്തിൽ ചാലിയത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ നേതാവ് അൽ-അസ്ഹറിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ വേശ്യാലയത്തിലെ നിത്യ സന്ദർശകനായിരുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചല്ലോ, അസ്ഹറിൽ പോയി വഴിതെറ്റിപ്പോ മിസ്രി പെണ്ണിനെ പ്രേമിച്ചുകൊണ്ട് നടന്ന തങ്ങളെയാണ് ആത്മീയ നേതാവായിക്കൊണ്ട് ഇവർ കൊണ്ടു നടക്കുന്നത്. ഇത്ര വില കുറഞ്ഞ ആരോപണം വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശിഹാബ് തങ്ങളെ സംബന്ധിച്ച്? ഞാൻ ഈ ശിഹാബ് തങ്ങളെ പ്രത്യേകം ഫോക്കസ് ചെയ്യാൻ, അങ്ങനെ ഇവിടെ വല്ലാതെ ശിഹാബ് തങ്ങളുടെ ഭക്തനായിട്ട് അലവി സഖാഫി ഒരു നാട്യം ഇവിടെ നടത്തിയത് കൊണ്ട് പറയാണ്, വളരെ മോശമായ രൂപത്തിൽ ശിഹാബ് തങ്ങൾ എന്ന വ്യക്തിയെ കടിച്ചു കീറി കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ എത്ര കണ്ട് വിലയിടിച്ച് താഴ്ത്താൻ കഴിയും അതൊക്കെ ശ്രമിച്ചിട്ടുള്ളവരാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം, പക്ഷെ വ്യക്തിപരമായി തരം താഴ്ന്ന വിമർശനങ്ങൾ പണ്ഡിതന്മാരെന്ന് പറയുന്നവരായി ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത്. സാധാരണക്കാർ പിന്നെ എന്ത് പറയാനാണ്? പണ്ഡിതന്മാര് സാധാരണക്കാർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളല്ലേ. സാധാരണക്കാര് തങ്ങന്മാരെ സംബന്ധിച്ച് ആക്ഷേപം പറയുന്നവരും തങ്ങന്മാരെ വിലവെക്കാത്തവരുമാണ് മുജാഹിദുകൾ, തങ്ങന്മാർക്ക് മഹത്വം കൽപ്പിക്കാത്തവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞിട്ട് തങ്ങന്മാരെ സംബന്ധിച്ചും കേരളത്തിൽ മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗം ബഹുമാനിക്കുന്ന വിഭാഗത്തെ പറ്റി ഇത്ര മോശമായിട്ട് സംസാരിച്ചത് വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതൊക്കെ നിങ്ങൾ മായ്ച്ചാ പോവൂല. അങ്ങനെ പെട്ടെന്ന് മായ്ച്ചു കളയാൻ കഴിയോ ജനങ്ങളുടെ മനസ്സിന്ന്? താൽക്കാലികമായി നിങ്ങൾ ഇവിടെ നാട്യം കളിക്കുന്നത് AP ഗ്രൂപ്പിന് ഈ മഹലിൽ വിത്തിടാൻ പറ്റുമോ നോക്കാണ്. അതിന് EK മഹലിലെ കാലിയർ എന്തൊക്കെയോ കൊടുത്ത് സോപ്പിട്ട് ശരിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ ശരിയാക്കിയിട്ട് നിങ്ങൾ ഒന്നിച്ചു നിന്നാലും മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രശ്നത്തിൽ നിങ്ങൾ പണ്ട് ഒന്നിച്ചല്ലേ? നിങ്ങൾ AP, EK, ആന, ടൈഗർ എന്ന് പല വിഭാഗമാകുന്നതിന് നിങ്ങൾ ഒന്നിച്ചല്ലേ നിന്നത്? വാസ്തവത്തിൽ ഇവിടെ ഈ പ്രസംഗിച്ച നാട്യങ്ങളൊക്കെ മർക്കസിൽ നിന്ന് കിട്ടുന്ന ഷീട്ടിന്റെ ഗുണാണ്. ചില സ്ഥലത്ത് ഇങ്ങനെ നാട്യം കാണിക്കണം, ചില സ്ഥലത്ത് അങ്ങനെ നാട്യം കാണിക്കണം എന്നൊക്കെ ഷീട്ട് കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് മൂപ്പരവിടെ അന്ന് പ്രസംഗിക്കുകയാണ്.